Hi friends, welcome to Anjali's Food Court. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും മൈദ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ വരും. അത് മറക്കാതെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അരമുറി സവോള ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്, മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത്. ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഗോതമ്പടയുടെ പരിവല്ലേ അതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കണം. അധികം അങ്ങോട്ട് വെള്ളം കൂടും വേണ്ട, എന്നാൽ വെള്ളം അത്ര കുറയ്ക്കും വേണ്ട, അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇത് മൈദയിലാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. മൈദയിൽ കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റൊക്കെ തോന്നി. അപ്പോൾ സംഭവം മൈദയാണ്. അപ്പോൾ ഞാൻ മൈദ ഇനി വേണ്ട, ഗോതമ്പ് പൊടിയിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ വെച്ചിട്ട് നോക്കിയപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. മൈദയിലാകുമ്പോൾ സെയിം ഇത് തന്നെ, മൈദ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഇതിനെക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചെങ്കിൽ, ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതാ ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയടിക്ക് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് കൊട്ടാൻ നിൽക്കണ്ട. അതിന് പകരം കുറേശ്ശെ ഇതേപോലെ ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പരുവം കിട്ടും. മാവ് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളം ഉണ്ട്, വെള്ളം ഇല്ലയോ ചോദിച്ചാൽ വെള്ളമില്ല. ആ ഒരു പാകത്തിന് ആക്കിയെടുക്കുക. ഇനി ഞാൻ ഒരാളെ കാണിച്ചു തരാം. നമ്മളുടെ വീട്ടിലും പറമ്പിലും ഒക്കെ സ്ഥിരമായിട്ട് വരണ ആൾക്കാരിൽ ഒരാളാണ് ഇങ്ങേര്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. സന്ധ്യ നേരത്തെ എപ്പോഴും ഉണ്ടാവും ഇവിടെ. എൻ്റെ പഴയ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ അടുക്കളയിലത്തെ ജനല തുറക്കണ സമയത്ത് കാണുന്ന കാഴ്ചയാണിത്. മാവിൻ്റെ മുകളിലാണ് മൂപ്പര് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ കുറേ, ഒരു 10-15 ഒരുമിച്ചാണ് കാലത്തും വൈകുന്നേരമൊക്കെ വരിക. എന്നിട്ട് നമ്മളിവിടെ വേസ്റ്റൊക്കെ ഇടില്ലേ, ഈ ചോറിൻ്റെയും ഒക്കെ, അപ്പോൾ അതൊക്കെ കൊത്തി തിന്നിട്ട് ഇവർ പോവാണ് പതിവ്. മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു കടായ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. മുക്കി പൊരിക്കാനുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. ഇനി നന്നായി ചൂടായതിന് ശേഷം മാത്രം കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ പിച്ചി ഇടുന്നതാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെ ഒരു നല്ല ബോൾ പോലെ ആക്കി ഇടൊന്നും വേണ്ട, അതത്ര ടേസ്റ്റ് കിട്ടാറില്ല. കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇടാൻ നോക്കുക. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ നിറച്ചിങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ പാകത്തിനാകുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ വെളിച്ചെണ്ണ ചൂടാവാതെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, അത് എണ്ണ കുടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതുണ്ട്. അത് നല്ല ചൂടോട് കൂടി കഴിക്കുന്നത് തന്നെയാണ് നല്ലതും. ഞാനത് പാലക്കാട് പോയപ്പോൾ, പാലക്കാട് സൈഡിൽ നിന്നാണ് ആദ്യമായിട്ട് കഴിച്ചത്. അപ്പോൾ അത് മൈദയിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഈ സോസ് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണിത്. അപ്പോൾ അതൊന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് എന്താ ഈ സംഭവം, നമ്മുടെ നാട്ടിലേക്ക് ഈ സൈഡിലേക്ക് ഇതില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ ഒരു പക്കോട എന്നാണ് പറയുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട്, പക്ഷേ ഇവിടെ നന്നായിട്ട് പോണത് മൈദ വെച്ച് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൈദ വെച്ചിട്ട് ചെയ്തില്ല, ഗോതമ്പ് പൊടിയുള്ള കാരണം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തത്. അതാ ഏകദേശം ആയി തുടങ്ങുമ്പോൾ ഒരു ഭാഗം മറിച്ചിടാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കിക്കോളൂ കേട്ടോ. പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ സൂക്ഷിക്കണം. ഇനി പതുക്കെ ഒന്ന് മറിച്ചിടാൻ തുടങ്ങും. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടുള്ളൂ, എന്നാലും ഒരുപോലെ ആയി കിട്ടുള്ളൂ, വേവൊക്കെ പാകാവുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബാച്ച് ഏകദേശം വറുത്ത് കോരാറായി. ഇതാ കളർ ചേഞ്ചായിട്ട് സുന്ദര കുട്ടപ്പന്മാരായി ചുമന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം, വറുത്ത് കോരാം. അപ്പോൾ ഇത് വറുത്ത് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ല സാധാ ന്യൂസ് പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് എണ്ണയുടെ പ്രശ്നം വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. കുറേശ്ശെയായിട്ട് ഇതേപോലെ ആക്കുക.
അടുത്തത് നമ്മളുടെ സെക്കൻഡ് ബാച്ചാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ സെക്കൻഡ് ബാച്ചും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം കുറേശ്ശെ മാവ് എടുത്ത് പിച്ച് ഇട്ട് കൊടുക്കുക. ശരിക്കും വലിയ പീസാക്കി ഇട്ട് കൊടുക്കരുത്, കാരണം ഫ്രൈ ആവില്ല, അതൊരു തണുപ്പ് മട്ടായി പോവും. അപ്പോൾ ഫ്രൈ ആയി കിട്ടണമെങ്കിൽ ചെറിയ പീസായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റാം, വറുത്ത് കോരാം, അത്രേ വേണ്ടൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ 4 മണി പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മൈദയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, അത് കുറച്ചും കൂടി ടേസ്റ്റാണ്. പക്ഷേ ഞാൻ മെയിനായിട്ട് പറയാം ഗോതമ്പ് പൊടിയിൽ ചെയ്യാനാണ്, അതാണ് ആരോഗ്യത്തിന് നല്ലത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പതിവ് പോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ മെയിനായിട്ട് നമുക്ക് സാധാരണയുള്ള വ്യൂസ് ഒന്നും ഇപ്പോൾ കിട്ടണില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ മാത്രമാണ് വ്യൂസ് കൂടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ റെസിപ്പി ആയിട്ട് വരാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇപ്പം ഞാൻ പോവാണ്, പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്